കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണമായും പ്രവർത്തനത്തിനായി സജ്ജമാണെന്നും ബന്ധപ്പെട്ട അധികാരികളുടെ അന്തിമ അനുമതി ലഭിക്കുന്നതോടെ സർവീസുകൾ സാധാരണ നിലയിലേക്ക് പുനരാരംഭിക്കുമെന്നും സിവിൽ ഏവിയേഷൻ അധികൃതർ. യാത്രക്കാരുടെ സുരക്ഷയാണ് എല്ലാ നടപടികളിലും മുൻഗണനയെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് കാണാം. സമീപകാല പ്രാദേശിക സുരക്ഷാ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ നടപ്പാക്കിയ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി നിലവിൽ നിയന്ത്രിത രീതിയിലാണ് വിമാനത്താവള പ്രവർത്തനം തുടരുന്നത്. ഘട്ടം ഘട്ടമായി സാധാരണ നിലയിലേക്കുള്ള തിരിച്ചുവരവ് പുരോഗമിക്കുകയാണെന്നും യാത്രക്കാരുടെ സഞ്ചാരം സുഗമമാക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സിവിൽ ഏവിയേഷൻ ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ദുവൈജൽ ഒദൈബി അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ജെറ്റ് ബ്രിഡ്ജുകൾക്ക് പകരം താൽക്കാലികമായി ബസ്സുകൾ ഉപയോഗിച്ച് യാത്രക്കാരെ വിമാനത്തിലേക്ക് എത്തിക്കുന്ന സംവിധാനം തുടരുകയാണ്. പ്രധാന ടെർമിനൽ പ്രവേശനം അന്തിമ വിലയിരുത്തലുകൾക്ക് ശേഷം അടുത്ത ദിവസങ്ങളിൽ തുറക്കുമെന്നാണ് പ്രതീക്ഷ. വിമാന നിയന്ത്രണ ടവർ, റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടായ കേടുപാടുകൾ പൂർണ്ണമായി പരിഹരിച്ചതായും വിവിധ സർക്കാർ ഏജൻസികളുമായി ഏകോപനം ഉറപ്പാക്കിയതായും അൽ ഒദൈബി വ്യക്തമാക്കി. കുവൈത്തിലെ സിവിൽ ഏവിയേഷൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണത്തെ അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ സംഘടന അപലപിച്ചതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുവൈത്തിനെ പ്രാദേശിക ലോജിസ്റ്റിക്സ് കേന്ദ്രമായി ഉയർത്താനുള്ള ദീർഘകാല പദ്ധതികൾ പുരോഗമിക്കുകയാണെന്നും ഭാവി ബന്ധിപ്പിക്കൽ പദ്ധതികളും ദേശീയ പ്രതിഭകളെ വളർത്തുന്നതിനുള്ള വിമാനയാന അക്കാദമി സ്ഥാപിക്കാനുള്ള പദ്ധതികൾ പരിഗണനയിലുണ്ടെന്നും ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ദുവൈജൽ ഒദൈബി അറിയിച്ചു. കൈരളി ന്യൂസ്, കുവൈത്ത്.